എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് സാറ്റർഡേ നമ്മൾ അതിരമ്പുഴയിലുണ്ട് കേട്ടോ. ഇച്ചൂട്ടനും ദേവൂട്ടനൊക്കെ അവിടെ എന്തൊക്കെയോ കല്ലൊക്കെ പെറുക്കിയിട്ട് കളിക്കുവാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കല്ലൊക്കെ പെറുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ മുറ്റത്ത് കുറേ ചരലുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് നല്ല കല്ലൊക്കെ നോക്കി ഇങ്ങനെ രണ്ടുപേരും പെറുക്കിയെടുക്കുവാണേ. ചെടിയുടെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് കണ്ടത് നമ്മുടെ വീടിനോട് ചേർന്ന് ഭിത്തിയിൽ ഇങ്ങനെ ഒരു തേനീച്ചക്കൂട് കേട്ടോ. കുറേ തേനീച്ച പോകുന്നുണ്ട്, കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ നല്ല രസം, അതൊന്ന് വീഡിയോ എടുത്താണേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചായിരുന്നു അഗ്ലോണിമ ചെടിയുടെ ഡിഫറെൻറ്റ് കളക്ഷൻസൊക്കെയാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബിഗോണിയ ആണ്. ഇതൊന്നാമത്തെ വെറൈറ്റി. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചെറിയൊരു റോസ് കളറിൽ അതും ഒരു യെല്ലോ ഇതും കൂടെ വരുന്ന ഒരു ചെറിയ പൂവൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ടോ നിൽക്കുന്നതാണ്. ഇതിൻ്റെ ആ ഇല തന്നെയല്ലേ, ബിഗോണിയയുടെ ഇലയാണ് ശരിക്കും അതിൻ്റെ ആ ഭംഗി എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഒന്നാമത്തെ. ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുന്നത്, ഇത് കുറച്ചുകൂടെ ഇലയ്ക്ക് കുറച്ച് ഷേപ്പ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഒരു ഗ്രീൻ വന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് കുറച്ച് വൈറ്റോട് കൂടിയൊരിത്. ഇത് മൂന്നാമത്തെ ഒരു കളക്ഷനാണ് കേട്ടോ. ഇത് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ എടുത്തപ്പോഴൊന്നും ഈ ഒരു ബിഗോണിയയുടെ വെറൈറ്റി കണ്ടില്ലായിരുന്നേ. ഇതിനും ഒരു പൂവൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു ബിഗോണി ഉണ്ടായിരുന്നു. ഈ രണ്ടെണ്ണമാണ് ഞാൻ ഇതുവരെ കാണാത്തത്. അപ്പം ഒന്ന് ഈ ഒരു വെറൈറ്റിയുടെ എല്ലാം നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. പിന്നെ ഇലയുടെയൊക്കെ ഷേപ്പിന് കുറച്ച് വ്യത്യാസം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൽ ഒരു റോസ് കളറിലെ പൂവുണ്ട്. അപ്പോൾ 4 വെറൈറ്റി നമ്മൾ കണ്ടു. അഞ്ചാമത്തെ ഇതാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടം. ഇതിങ്ങനെ ചട്ടിയിൽ നല്ല തിക്കായിട്ട് നിൽക്കണം, അപ്പോഴേ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റുള്ളൂ. ഒരു യെല്ലോയും അത് യെല്ലോ ഷെയ്ഡെന്നും ഒരു ഓറഞ്ചിൻ്റെ ഒരു അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു ചെത്തിയിട്ട് അത് മുഴുവൻ ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ CC പ്ലാന്റ് ഇതമ്മ അധികം ആയിട്ടില്ല വെച്ചിട്ട്, ചട്ടിയിലേക്കൊന്നും ആക്കിയില്ല, തൽക്കാലം ഇങ്ങനെ വെച്ചു CC പ്ലാന്റ്. അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോഴും ഏതെങ്കിലുമൊക്കെ കുറച്ച് ചെടിയൊക്കെ പതിവ് പോലെ തന്നെ നമുക്ക് കൊണ്ടുപോകണം. സിങ്കോണിയൊക്കെ നല്ല ഭംഗിയില്ല നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണം. ഒരു ചെടി തന്നെ ഇങ്ങനെ ഏറെ നിൽക്കുമ്പോഴല്ല നല്ല ഭംഗി കാണാൻ. ഇതിൽ നിന്നാണ് നമ്മൾ ഫിലോഡെൻഡ്രോൺ കൊണ്ടുപോയത്. അതുമൊക്കെ ഇപ്പം നന്നായിട്ട് നിൽപ്പുണ്ട്. പിന്നെ കലാഞ്ചി നമ്മൾ അന്ന് വന്നപ്പോഴത്തേന് എല്ലാം ഇങ്ങനെ പൂവായിട്ടില്ലായിരുന്നു. ഇപ്പോൾ അത് നിറച്ച് പൂവായിട്ടോ, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇത് ഏറ്റുമാനൂർ അവിടെയും കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൂക്കുക എന്നുള്ളതാണ് ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതൊരു കുഞ്ഞ് ഓർക്കിഡയിൽ നല്ലൊരു ഇതായിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലുതായിട്ടല്ല സാധാരണ ഉണ്ടാകുന്നത്, ചെറിയ തയ്യൽ തന്നെ ആയിട്ടുണ്ട്. അതുപോലെ ഇപ്പം അങ്ങനെ അധികം കാണാത്ത ഒരു സംഭവമല്ലേ നമ്മുടെ വാടാമുല്ല, അതിൽ നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.